അനുമോള് ചാത്തന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഫോട്ടോ വന്നിട്ട് അതാണ് സാർ ഉദ്ദേശിച്ചത്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെയുള്ളവർ ഒരു പാവയെ കാണിച്ചിട്ട് കൂടോത്രം പാവാന്ന് പറഞ്ഞ് കാണിച്ചത് അങ്ങനെയൊക്കെ പക്ഷെ വിജയിക്കാൻ പറ്റുമോ? അങ്ങനെ സേവ ചെയ്തിട്ട് വിജയിക്കാൻ പറ്റുമോ? എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾ ഇവിടെ വളരാൻ ശ്രമിക്കുമ്പോൾ ആ വളർച്ചയെ കണ്ട് അസൂയ മൂക്കുന്ന ഒരുപടി അയൽവക്കമുണ്ട്, ഒരുപടി സുഹൃത്തുക്കളുണ്ട്. ഇട്ടോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു വ്യക്തിയുടെ ഉള്ളിൽ കൂടെയുള്ളവരല്ലെങ്കിൽ മനുഷ്യരെ കിട്ടിയാൽ കൊന്ന് തിന്നുക, മാംസം കഴിക്കുക, രക്തം കുടിക്കുക, അതുപോലെ മൃഗങ്ങളെ വേട്ടയാടി പച്ചയ്ക്ക് തിന്നുക. ഇങ്ങനെ ഇന്നും അത് ലോകത്തിൻ്റെ പല കാടുകളിലും ഇതെന്തോ നല്ലതായിട്ട് ബന്ധമുണ്ട്. അത് നമ്മുടെ ഡയറക്ടറെ നാട്ടിൽ നടന്ന പുള്ളി വീടിന്റെ പത്തനംതിട്ട കുറച്ച് അകലെയുള്ള സംഭവമാണ്. ആ വീട് ഇപ്പോഴും ഭീകരതയുണ്ട്. അങ്ങനെ ഭീകരതയല്ല. നമ്മുടെ ജീവിതത്തിൽ ഭീകരമായ സംഭവങ്ങൾ ഇന്നതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരു കെയർ ഉണ്ടായിരിക്കണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം, ഒരു കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇത് കണ്ടെങ്കിൽ മാത്രമേ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ അവിടെ ചെയ്തതും അതൊക്കെ തന്നെയാണ്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നിസ്സാരമായ കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരിക, കൊല്ലുക. അത് പിന്നെ അങ്ങ് തൊഴിലെ കുറച്ച് എന്നിട്ട് അതിനെ ഭക്ഷിക്കുകയൊക്കെയാണ് കുറച്ച് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു തലത്തിൽ ഇപ്പൊ നമ്മുടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിക്കണ്ടേ അല്ലേ? അപ്പൊ അത് ആ ലെവലിൽ നിന്നുകൊണ്ട് ഒരു ആധ്യാത്മിക നോളജ് ജ്ഞാനമൊക്കെ ഒരല്പം കർമ്മ ഫിലോസഫി എന്ന് പറയുന്ന അടിസ്ഥാനമാണ്. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ വരും. ചിലപ്പം ഈ കിരാത എന്ന് പറയുന്ന ഈ സിനിമ നല്ലൊരു മെസ്സേജോട് കൂടിയാണ് ഇവർ സൃഷ്ടിച്ചിറക്കിയത്. നമ്മുടെ മലയാളികൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയുമോ? അവസാനം കോടതി ഈ വ്യക്തി നല്ലതാണെന്ന് വിധിച്ചാൽ പോലും നമ്മളിൽ കുറച്ച് പേര് ആ വ്യക്തിയെ വെറുതെ വിടുകയില്ല. മനസ്സിലായി കാണുമല്ലോ. ഞാനത് കൃത്യമായി പറയാം. പക്ഷെ അതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എനിക്കറിയാം എന്നെ കിട്ടിയാൽ നിങ്ങൾ വിടൂല എന്നും. നിങ്ങൾ കിരാത സിനിമയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും, അതിന് വേദങ്ങളിൽ കൊണ്ടുപോകും, പിന്നെ അവിടെ ബിഗ് ബോസിൽ കൊണ്ടുപോകും. അടുത്ത സാധനം അപ്പൊ ഇങ്ങനെ പലതിലും വരും. പക്ഷെ പ്രണയം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുമോ നമ്മുടെ ഈ സമൂഹത്തിൽ? തീർച്ചയായും പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. പ്രിയം ഏത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം മൂന്ന് വഴികളാണ് ഒരു സെന്ററിലേക്ക് പോകാനുള്ളത്. ഇതിൽ അമിതമായി വിശ്വസിച്ച അന്ധവിശ്വാസികളാണ് തമ്മിലായിട്ട്. ഇത് സാധാ പൂജയില്ല, അറബിൽ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. കിരാത എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ രജിത് കുമാർ സാർ, അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള ഭാസ്കരൻ ഇടത്തൊടി, റോഷൻ ഡയറക്ടറാണ്, ഇയാൻ മോൻ. നമസ്കാരം. ആദ്യം തന്നെ രജിത് സാർ, എന്താണ് ഈ കിരാത? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു കിരാതമായിട്ടുള്ള എന്തോ ഭയങ്കര നെഗറ്റീവാണോ ഉദ്ദേശിക്കുന്നത്? എന്താ സംഭവം? കിരാതമൂർത്തി എന്ന് കേട്ടിട്ടില്ല? കിരാതമൂർത്തി ആക്ച്വലി മഹാദേവനാണ്, ശിവൻ. അപ്പം ആ കിരാതമൂർത്തി വന്നത് ഏത് രൂപത്തിലായിരുന്നു? വേട്ടാളൻ, കേട്ടില്ലേ? വേട്ടാളൻ നമ്മൾ പറയല്ലേ, കാട്ടാളൻ, പല രൂപങ്ങളിലും, വേട്ടക്കാരന്റെ രൂപത്തിൽ അല്ലെങ്കിൽ കാട്ടാളന്റെ രൂപത്തിൽ ആണ് കിരാതമൂർത്തി വന്നത്. പക്ഷെ അത് പോസിറ്റീവാണ്. ഒരു വലിയ പാശുപതാസ്ത്രം എന്ന് പറയുന്ന വലിയൊരു പവർഫുൾ ശക്തി അത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ടുള്ള അർജുനന് മഹാഭാരതത്തിലുള്ളതാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ പറയുന്ന കിരാതൻ വന്നത് വിവരമുള്ളതും യൂണിവേഴ്സൽ നോളജ് ഉള്ളതുമായ കിരാതൻ ആണ്, അല്ലെങ്കിൽ കാട്ടാളനാണ് വന്നത്. പക്ഷെ ഇനി ഓപ്പോസിറ്റ് ഉണ്ട്. ഏതാ? നരാധമന്മാരായിട്ടുള്ള കിരാതന്മാർ ഇല്ലേ? കൂടെയുള്ളവരല്ലെങ്കിൽ മനുഷ്യരെ കിട്ടിയാൽ കൊന്ന് തിന്നുക, മാംസം കഴിക്കുക, രക്തം കുടിക്കുക, അതുപോലെ മൃഗങ്ങളെ വേട്ടയാടി പച്ചയ്ക്ക് തിന്നുക. ഇങ്ങനെ ഇന്നും അത് ലോകത്തിൻ്റെ പല കാടുകളിലും, അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും എടുത്താൽ ഇന്നും ഇതെല്ലാം പല സ്ഥലങ്ങളിൽ നടക്കുകയാണ്. ഇവിടെയും ചില സ്ഥലങ്ങളിൽ ചില രീതിയിൽ ചില രൂപത്തിൽ
ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, അല്ലാതെ മീറ്റിന് വേണ്ടിയല്ല, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസങ്ങളുടെ ബലപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതിനും നടക്കുന്നു എന്നുള്ളതിനും ഉത്തമ ഉദാഹരണം തന്നെയാണ് കിരാത എന്ന് പറഞ്ഞ ഈ സിനിമയിലൂടെ വലിയൊരു മെസ്സേജ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ഇട്ടപ്പോഴും ഭയങ്കര എതിർപ്പായിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനകത്തും ഭയങ്കര എതിർപ്പുകളായിരുന്നു. കാരണം നെഗറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ് ഫീൽ ചെയ്തുകൊണ്ടല്ലേ ഞാനൊക്കെ ഇപ്പൊ ഈ രൂപത്തിലൊക്കെ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഇന്റർവ്യൂകളിൽ ഞാൻ ഇങ്ങനെ മാലയും വളയും തളയും ഇതൊക്കെ ഇട്ടിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എന്തെങ്കിലും നെഗറ്റീവിനെ പ്രതിരോധിക്കും. ഈ സിനിമ ഇറങ്ങുക എന്നുള്ളതിന്റെ തടസ്സങ്ങൾ മാറുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ഇത് എനിക്ക് ഇതുകൊണ്ട് മാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് ഇപ്പം ബിഗ് ബോസിന് ശേഷം ആ ഹൈപ്പ് ഒന്നും നിർത്താൻ പറ്റിയില്ല, കാരണം കൊറോണ വന്നിട്ട്. എന്നാലും സ്പിരിച്വൽ എനർജി, നമുക്കൊരു ഡെവിൾ, ഈ നെഗറ്റീവ് എനർജി വരുന്നതിന് തടയാൻ സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജി പവർഫുള്ളായി നേടിയെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് എനിക്കിന്ന് എൻ്റെ 32ാമത്തെ സിനിമ ചെയ്ത് കഴിയാനും എൻ്റെ ഏകദേശം 11ാമത്തെ സിനിമയായിട്ടുള്ള കിരാത റിലീസ് ചെയ്യാൻ പോകുന്നത്. ചില പടങ്ങളും ചെയ്തത് അണിയറയിൽ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കിരാത റിലീസ് ചെയ്യപ്പെടുന്നത് പോലും ഞാൻ വിശ്വസിക്കുന്നത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്നിൽ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവസരങ്ങൾ തന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും അവർക്ക് സന്തോഷങ്ങളുണ്ടാകുക, നമുക്ക് വലിയ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾ ഇവിടെ വളരാൻ ശ്രമിക്കുമ്പോൾ ആ വളർച്ചയെ കണ്ട് അസൂയ മൂക്കുന്ന ഒരുപടി അയൽവക്കമുണ്ട്, ഒരുപടി സുഹൃത്തുക്കളുണ്ട്. ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെഗറ്റീവ് സാധനം. അതാണ് ഈവിൾ ഐ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് അല്ലെങ്കിൽ മോൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ അസഹിഷ്ണുത, അസ്വസ്ഥതയായി മാറുന്ന ഒരുപിടി കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ സിനിമയിൽ തന്നെ ഞാൻ എൻ്റെ കോളേജ് പ്രൊഫസറാണ്. അപ്പൊ അതിൽ നമ്മൾ കോളേജിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ നന്മയുടെ മാർഗത്തിൽ, സന്മാർഗത്തിൽ പോകുന്ന കുട്ടികൾ ധാരാളം ഇതിനകത്തുണ്ട്. അവരുടെ കുറെ മെസ്സേജുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സന്മാർഗത്തിൽ പോയിട്ട് പെട്ടെന്ന് ടേൺ ചെയ്ത് തിന്മയുടെ മാർഗത്തിൽ പോകുന്ന സംഭവം കിരാത എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പൊ ഒരുവിധമുള്ള എല്ലാ സംഗതികളും കൂടി ചേർന്ന് വന്നപ്പോൾ ഇതിന്റെ ടൈറ്റിൽ ഇട്ട ആളിന് ബോധവും വിവരവും ഉള്ള ഒരാളായതുകൊണ്ട് കിരാത എന്ന് പറയുന്ന ടൈറ്റിൽ അബ്സല്യൂട്ട് ആയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം പ്രൊഡ്യൂസറോട് ചോദിക്കുന്നതിന് മുൻപേ, അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് എനർജി തകർക്കാനായിട്ട്, രജിത് കുമാർ സാറിനെ തകർക്കാനായിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കൂടെ ബ്ലാക്ക് മാജിക്, അതെ, ഇന്നലെ കൂടെ ഞാൻ വളരെയധികം സ്പിരിച്വാലിറ്റി ഉള്ള ഒരാളിൻ്റെ അടുത്ത് പോയിരുന്നു. അത് അവർ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അവരുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവരെന്നെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ദൈവ സാന്നിധ്യമാണ്, നല്ല ദൈവാനുഗ്രഹമാണ്, നല്ല സ്പിരിച്വൽ എനർജിയാണ്. പക്ഷേ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സാധനം, ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ കമ്പയർ, കണ്ണുവിടൽ, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ പോവാം. കണ്ണേർ ഈ പക്ഷെ നമ്മൾ നല്ല വീട് ഉണ്ടാക്കി വെച്ചേക്കുക. ആ വീടിന്റെ മുമ്പിൽ ചിലപ്പോൾ കുമ്പളങ്ങ കണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് മാറ്റിക്കാൻ വേണ്ടിയാണ്. ആ പുള്ളിക്കാരത്തി ഒരു ലേഡിയാണ്. ആ മാഡം പോലും പറഞ്ഞു, നല്ല കമ്പയർ, നല്ല ദൃഷ്ടിദോഷം ഉണ്ട്, സൂക്ഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് എന്നെ അടിച്ച് ഇടുന്ന രീതിയിലുള്ള ആയാൽ പോലും ദൈവം എന്നെ വീണ്ടും ലിഫ്റ്റ് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് ഫാമിലി സർക്കസ് പറഞ്ഞ സിനിമ തൃശ്ശൂര് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീണ് കാല് ഈ കുഴ വെച്ച് ഒടിഞ്ഞു പോവേണ്ടതാണ്. പക്ഷെ 2 പൊട്ടൽ അപ്പുറവും ഇപ്പുറവും വെച്ച് പൊട്ടിയത്. പക്ഷെ 50 ദിവസം പ്ലാസ്റ്റിക് കിടന്ന് ദൈവം എന്നെ കിരാത എന്ന് പറഞ്ഞ ഈ സിനിമയുടെ റിലീസിന് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നുണ്ടോ? കഴുത്തിന്റെ ആളെ ഇപ്പൊ വെർട്ടിഗോ എന്നാണ്. ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇതിന്റെ പ്രൊമോഷൻ വർക്ക് തുടങ്ങിയ സമയത്ത് ആണ് ഇപ്പം കോന്നിയിലേക്ക് ഞാൻ പോയത്. 2 ദിവസം മുമ്പ് ഞാൻ ആ കട്ടിലിൽ നിന്ന് എണീക്കുന്ന നേരത്താണ് എനിക്ക് ഭയങ്കര ആട്ടം വന്നു തുടങ്ങി. ഈ ഇയർ ബാലൻസ് ഇതൊരിക്കും ഉണ്ടായിരുന്നല്ല, പെട്ടെന്ന് സംഭവം വന്നു. അപ്പൊ ഇപ്പൊ ഡോക്ടറെ പോയി കണ്ടിട്ടാണ് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും ആടിയാൽ ഛർദ്ദിക്കും. അപ്പൊ ഇവിടെ ഇപ്പം ഈ സമയത്തിന് എനിക്ക് വരാൻ പറ്റിയല്ലോ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയല്ലോ, നിങ്ങളോട് ഈ സത്യങ്ങൾ വിളിച്ച് പറയാൻ പറ്റിയല്ലോ. അത് എന്ന് പറയുന്നത് ഈ സ്പിരിച്വലിന്റെ ദൈവികമായ പോസിറ്റീവ് എനർജിയുടെ ഒരു അനുഗ്രഹം. ഇതിനകത്ത് ഈ 2 സംഗതിയും നന്നായി തന്നെ പ്രതിപാദിക്കുന്നു. അതിനുവേണ്ടി ഇതൊക്കെ അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടിട്ട് എന്റേതായ ഒരു പ്രൊട്ടക്ഷൻ, അല്ലാതെ വേറെ ആരും നമ്മളെ നക്ഷത്രം നോക്കിയിട്ടതല്ല, അല്ലാതെ തന്നെ മനസ്സിലാക്കിയിട്ടിട്ടത്. അപ്പോൾ അതിലേക്ക് വരാമ്പോൾ പ്രൊഡ്യൂസർ സാറേ, അപ്പോൾ എങ്ങനെയാണ് കിരാത എന്ന് പറഞ്ഞ മൂവി ഫസ്റ്റ് തന്നെ ഒരു ഇതുപോലെയുള്ള ഒരു നെഗറ്റീവിനെതിരെയൊക്കെയുള്ള സംസാരിക്കുന്ന ഒരു മൂവി എടുക്കാൻ എങ്ങനെയാണ് തോന്നി? ഇലന്തൂർ നരബലിയൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ ഇതിന്? ഇലന്തൂർ നരബലിയായിട്ട് ബന്ധമുണ്ട്. അത് നമ്മുടെ ഡയറക്ടറെ നാട്ടിൽ നടന്ന പുള്ളിയുടെ വീടിൻ്റെ പത്തനംതിട്ട കുറച്ച് അകലെയുള്ള സംഭവമാണ്. ആ വീട് ഇപ്പോഴും ഒരു കാഴ്ചബംഗ്ലാവായിട്ട് പരിപാലിച്ച് പോരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ മുഴുവൻ ഞങ്ങൾ കോപ്പി ചെയ്തിട്ടില്ല. പക്ഷെ അതിലെ കഥാതന്തു ഇതിലെ കഥാതന്തു രണ്ടും കൂടി ഉണ്ട്. പക്ഷേ സെയിം ഇൻസിഡൻ്റ് അല്ല ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നരബലിയുണ്ട്,
മനുഷ്യൻ അത് ഈവിൾ ഇതാണ്, അത് അതിൽ പോകുന്നത് ശരിയല്ല, അത് വിശ്വസിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു പാഠം രക്ഷിതാക്കളെയും, കാരണം ഇത് മുഴുവൻ യങ്സ്റ്റേഴ്സാണ്. 6 പേരാണ് ഈ സിനിമ ലീഡ് ചെയ്യുന്നത് ശരിക്കും. 3 യുവാക്കളും 3 യുവതികളുമാണ്. അപ്പോൾ അവരുടെ കോളേജ് ലൈഫ് അവിടുന്ന് അവർക്ക് തോന്നുകയാണ്. ഇപ്പോൾ പലരും വീട്ടിലൊന്നും പറയാതെയാണ് പോവുക ഓരോ വഴിക്ക്. പിന്നെ വന്നു, വന്നില്ലെങ്കിൽ പിന്നെ ഇത് പോലീസൊക്കെ എൻക്വയറി പിന്നെ ഡെഡ് ബോഡി ഇവിടെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ചിട്ട് ഓരോ ഹീനപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഈ കിരാത. അതിൽ നല്ല പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് നമ്മളെല്ലാം പിന്നെ പരിപാലിക്കണം, എന്നാലേ സമൂഹം നല്ല രീതിയിൽ പോവുകയുള്ളൂ. സമൂഹത്തിന് നല്ലൊരു എന്താ പറയുക, കൂട്ടമായി ഒന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സുഖജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതാണ് കിരാത. പിന്നെ പേരിട്ടതൊക്കെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ട് ടീം വർക്ക് ചെയ്തിട്ടാണ്. എല്ലാവരും ഇരുന്ന് പല അഭിപ്രായങ്ങളും ചോദിച്ചു, മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഒരു സിനിമയുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് 2 ആഴ്ചയോളം നമ്മൾ ഡിസ്കഷൻ ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്ത് എൻ്റെ ഇളയ മോനാണ് അരുൺ ഭാസ്കരൻ. അപ്പോൾ അവൻ UK ഇത് മാസ്റ്റേഴ്സ് ചെയ്തതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ ഇത് പോയി നെറ്റിലൊക്കെ തപ്പി അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ച് അവസാനം ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ്, അതായത് രാത്രിയിലെ എന്തൊരു ഭീകരത, അങ്ങനെ അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഭീകരതയാണ്, ഭീകരത ഉണ്ട്. ഭീകരതയാക്കി മാറ്റി പേടിച്ചിട്ടാരും ഡെവിൾ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കൊണ്ടുപോകേണ്ട കൊച്ചുങ്ങളെ കൊണ്ട്, അങ്ങനെ ഭീകരതയല്ല. നമ്മുടെ ജീവിതത്തിൽ ഭീകരമായ സംഭവങ്ങൾ ഇന്നതൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഒരു കെയർ ഉണ്ടായിരിക്കണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം, ഒരു കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇത് കണ്ടെങ്കിൽ മാത്രമേ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ പേടിപ്പിക്കുന്ന സാധനമൊന്നുമില്ല, അങ്ങനെയുള്ള സംഭവം പ്രേതമൊന്നുമില്ല, പിശാച് ഇബിലീസ് അതൊന്നുമില്ല. ചില ആൾക്കാരുടെ പിശാചിന്റെ പ്രവർത്തനങ്ങൾ, ഈ ബ്ലാക്ക് മാജിക് ചില സംഗതികളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ അതിലൊന്നും നമ്മുടെ പിള്ളേര് അകപ്പെടരുത് എന്നൊരു മെസ്സേജ് ഇതിനകത്ത് നല്ലതായിട്ട് പോകുന്നുണ്ട്, കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വാക്ക് മാറി ഇങ്ങനെ മറ്റേ ഒരു വാക്ക് വന്നാണല്ലോ, അയ്യോ ആഹാ എന്നാ പിന്നെ ഈ വെളുക്കാൻ തെച്ച് പാണ്ട എന്ന് പറഞ്ഞാൽ സാറ് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞൊരു സംഭവമാണ്. ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു ഗോസ്റ്റ് എഫക്റ്റും ഇല്ല, ഒരു പേടിക്കാനുള്ള ഒന്നുമില്ല, ഒരു ഗോസ്റ്റ് എഫക്റ്റും ഇല്ല, പേടിക്കാനില്ല. ഗോസ്റ്റോ പിശാചോ ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്മളെ എന്നെ തല്ലിക്കോ പോരെ. പക്ഷെ മെസ്സേജുകൾ, മെസ്സേജ് എഴുതി രചനയും. അപ്പൊ എങ്ങനെയാണ് ഈ കിരാത ഈ ഒരു സിമ്പിൾ കണ്ടോ, എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്? നമുക്ക് അതിലോട്ടാണ് ലാസ്റ്റ് എത്തിച്ചേരുന്നത്. അതൊരു ഇന്റർനാഷണൽ സൈനാണ്. സൈനിന്റെ മീനിങ് എന്താ? സൈൻ എന്ന് പറഞ്ഞാൽ അത് സാത്താനിക് സിമ്പിളാണ്, അതിന്റെ ഒരു ട്രഡീഷനാണ്. അത് സാത്താന്റെ ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാത്താൻ സേവയാണ്. സാത്താൻ സേവ, അതിനുവേണ്ടി ഒരുപാട് സൈനുകൾ അവർ ഇറക്കിയിട്ടുണ്ട്, 666. അപ്പൊ അതില് ഒരു മാസ്റ്റർ സൈനാണ്. ഇതിപ്പോ എസ്ര സിനിമയെ കാണുന്നവർക്ക് മനസ്സിലാവും ആ സൈന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സൈനാണ്. അതൊക്കെ സിനിമയെ കോർഡിനേറ്റ് ചെയ്ത് വരുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. അത് പിന്നെ ഇത് എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് ഒരു ആകാംക്ഷ കാണും. ഞങ്ങൾ വേറൊന്നും എഴുതിയിട്ടില്ല, ആ ഒരു സൈനും പിന്നെ പേര് എഴുതി. അപ്പൊ ജനങ്ങൾക്കൊരു എല്ലാ പോസ്റ്ററും ഇല്ല, ഇതൊരു വൺ ഓഫ് ദി പോസ്റ്റേഴ്സ് ഔട്ട് ഓഫ് ദിസ്. ആഭിചാരം, ദുർമന്ത്രവാദം, പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ, ഇതാണ് നമ്മുടെ സിനിമ ബേസിക് ആയിട്ടുള്ള സംഭവം. അവിടെ ചെയ്തതും അതൊക്കെ തന്നെയാണ്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നിസ്സാരമായ കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരിക, കൊല്ലുക, അത് പിന്നെ അങ്ങ് തൊഴിലെ കുറച്ച് എന്നിട്ട് അതിനെ ഭക്ഷിക്കാതൊക്കെയാണ് കുറച്ച് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ചെയ്തൊരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലെ. നാട്ടിലടുത്ത് തന്നെ ഇയാൾ തന്നെ ഒരു വലിയ വിദ്യാഭ്യാസവും ഉന്നത കുടുംബ ആൾക്കാര്, നല്ല ജാതി ഉയർന്ന അങ്ങനെയൊക്കെ പോകുന്ന ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാം ചെയ്തൊരു ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. നമ്മളെ പോലെ സംസാരിക്കുന്നത് നല്ല പ്രമാണികമായ ഒരു 1-2 പേരൊക്കെ ഇതിനൊക്കെ ഇതില്ല. അപ്പൊ ഇലന്തൂർ നരബലി നടത്തിയ അവരെ ബന്ധു നന്നായിട്ട് സംസാരിക്കുമായിരുന്നു ചേട്ടനോട്? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കല്യാണത്തിനൊക്കെ ഇവര് സജീവ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ പറ്റി നല്ലതേ പറയാനുള്ള ആ ഒരു സമയം വരെ. ഒരു വൈദ്യനെങ്ങാണ്ട്. അതെ അതെ, ഒരു മോശവും അയാളെ പറ്റി പറയാനില്ല, അവരെ പറ്റി പറയാനില്ല. അമ്പലം, പൂജ, എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിലുണ്ടാവും. അയാളൊരു സാധു മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെയാ പറഞ്ഞിട്ടിരുന്നത്. പക്ഷെ ഇത്രയും ക്രൂരത ഇതിൽ നിന്ന് പിന്നല്ലേ നമ്മൾ അറിഞ്ഞേ. അത് ഇതുപോലെ ഒരുപാടായി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പുനലൂര് ഇതുപോലൊരു നരബലി നടന്നിട്ടുണ്ട്, റിവീൽ ചെയ്ത് വരുന്നുണ്ട് ന്യൂസിൽ. ഇന്നലെയാണ് അത് കൺക്ലൂഷൻ ആയത് നരബലിയാണെന്നുള്ളത്. അത് അതിന് ക്രൂരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരാളെ കൊണ്ട് മുഖമൊക്കെ കരിച്ച് ആനയുടെ ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ച് അതുപോലെ ക്രൂരമായ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ തുടർന്നുകൊണ്ടേ ഇരിക്കുക.
അതെ, ഈ ഒരു ഇപ്പൊ നരബലി എന്ന് പറയുന്നത് കാഷ്വലായി എല്ലായിടത്തും ഈസി. നമ്മൾ കുറച്ചു നാൾ മുമ്പ് തിരുവനന്തപുരത്ത് കേട്ടില്ലേ, ഒരു മകൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് കാണാൻ വേണ്ടി അവരുടെ പപ്പയും മമ്മിയും സഹോദരങ്ങളെ എല്ലാം ഒരു വീട്ടിൽ, ആ PMGയിലുള്ള ഒരു വീട്ടിൽ, പുള്ളിക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി സാധു മനുഷ്യനാണ്, ആർക്കും ഒരു ദോഷമില്ലാത്ത നല്ല വ്യക്തിയാണ്, എല്ലാവരും നല്ല വ്യക്തികളാണ്. എപ്പോഴാണ് ഈ സംഭവം ടേൺ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ കിരാത സിനിമയിലുള്ള സംഭവം. ഇപ്പൊ എൻ്റെ കോളേജ്, ഞാനാണ് കോളേജ് പ്രിൻസിപ്പൽ. എൻ്റെ കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ നമ്മൾ ടൂർ കൊണ്ടുപോകും. പക്ഷെ ചില കുട്ടികൾ ആരും അറിയാതെ ടൂർ പോലെ മുങ്ങും, അവർ തമ്മിൽ പ്ലാൻ ചെയ്ത്, അല്ലെ, പുതിയ തലമുറയിൽ. അപ്പൊ അങ്ങനെ കുറച്ച് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് കുറച്ച് പേര് ഈ തിരിയുമ്പോൾ ആ പോകുന്നവരിൽ അവരെല്ലാം നല്ല കുട്ടികളാണ്. പക്ഷെ പോകുന്ന പോക്കിൽ അവിടെ സംഭവങ്ങൾ എന്തൊക്കെയാണ് വന്നു കൂടുന്നതെന്നും ഇവിടെ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നും അതാണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ പർപ്പസീവായി നമ്മൾ ജനിക്കുന്നത് മോശമായിട്ടോ ആരും തകർക്കാൻ വേണ്ടിയല്ല. പക്ഷെ കയറി വരുമ്പോൾ അത്യാഗ്രഹങ്ങൾ, കൂടുതൽ സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, നിധി കുംഭം കിട്ടും, ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ പുരയിടത്തിൽ നിന്ന് കിട്ടും, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ വരുമ്പോൾ ആളോടെ സഡൻ ഒരു കുട്ടി എങ്ങനെ ടേൺ ചെയ്യുന്നു. ഇപ്പം റോഷൻ പറഞ്ഞ പോലെ നല്ല ആൾക്കാരാണ്, പക്ഷെ പെട്ടെന്നാണ് ഈ ദുർമന്ത്രവാദി തലയ്ക്കുള്ളിലേക്ക് ഈ സാധനം കുത്തിക്കയറ്റുന്നത്. അങ്ങനെ ഇങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ നമുക്ക് ആ സാധനം വരും, ഈ സാധനം വരുമെന്ന്. ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണോ അല്ലെ കൂടിപ്പോയവരാണോ ഇങ്ങനെ ദുർമന്ത്രവാദം ചെയ്യുന്നതെന്ന്? അത് രണ്ട് കഥാപാത്രങ്ങളും വരും. ഈ അമിതമായ ഭക്തി വേണം, ഭക്തി മൂത്ത ഭ്രാന്താവും നമ്മൾ പറയും. അപ്പോൾ അന്ധവിശ്വാസം, വിശ്വാസം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും, കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഒരു തലത്തിൽ വരും. അപ്പോൾ നമ്മുടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിക്കണ്ടേ, അല്ലേ? അപ്പോൾ അത് ആ ലെവലിൽ നിന്നുകൊണ്ട് ഒരു ആധ്യാത്മിക നോളജ്, ജ്ഞാനമൊക്കെ ഒരല്പം അതിൻ്റെതായ കാര്യങ്ങൾ കരസ്ഥമാക്കി സയൻസും കൂടെ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ അന്ധവിശ്വാസം വന്ന് കയറും. ഇനി വിശ്വാസം ഇല്ലാത്തവരുണ്ട്, ഇത് മൊത്തം തകർക്കുക. ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഇപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ ഈ കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി സിന്തറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാണ്. കണ്ടില്ലേ ഏതൊക്കെ ചില രാജ്യങ്ങൾ. അതുപോലെ തന്നെ യുദ്ധം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഭീകരമായ രോഗങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കുറേ വൈറസും ബാക്ടീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തും എപ്പോഴും എവിടെയും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇത് സംഭവിക്കരുത്. നമ്മുടെ കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, നമ്മുടെ അയൽവക്കത്ത് പോലും ഇങ്ങനെ ഒരു സംഭവം നടക്കരുതെന്നുള്ള മെസ്സേജാണ് കിരാത എന്ന് പറയുന്ന ഒരു നല്ല സിനിമയിലൂടെ പ്രൊഡ്യൂസർ. ഇത് പത്തനംതിട്ട ബേസ് ചെയ്തുള്ള കഥയാണ്, പത്തനംതിട്ടയുടെ കഥയാണ്. മോന് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വർത്താനം മിണ്ടാതിരിക്കുന്നു. മോൻ എത്രയല്ല പഠിക്കുന്നത്? ന്യൂക്ലിയർ ബോംബാണ്, സിനിമ കാണുമ്പോഴേ അറിയാൻ പറ്റൂ എന്താണെന്ന്. ആണോ? എന്താ കഥാപാത്രമൊക്കെ? കഥാപാത്രം നായകൻ, അനിയൻ, ഒരു റോള്. വിശ്വാസമൊക്കെ ഉണ്ടോ മോന്? എന്തില്? ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടോ? ഉണ്ട്. പിന്നെ സാറെന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടോ? ഇവര് തമ്മിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം പ്രണയത്തിലാണെന്ന്. അപ്പൊ അങ്ങനെ പ്രണയം ഉണ്ടെങ്കിൽ ഈ കൊല്ലും കൊലയൊക്കെ ഈ മതത്തിന്റെ പേരില്, ജാതിയുടെ പേരിലൊക്കെ നടക്കുന്നില്ല. അപ്പൊ പ്രണയം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുമോ നമ്മുടെ ഈ സമൂഹത്തിൽ? തീർച്ചയായും പ്രണയം ആത്മാർത്ഥമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്റെ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും അല്ലെങ്കിൽ കാമുകി കാമുകൻ, ഇവര് തമ്മിൽ ആത്മാർത്ഥമായി ലയിച്ച് പ്രണയിക്കുകയാണ്, ലയിച്ച് അലിഞ്ഞു ചേരുകയാണ്, സ്നേഹബന്ധത്തിലൂടെ അലിഞ്ഞു ചേരുകയാണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ അലിഞ്ഞു ചേരണം എന്നാണ്. ഈ അലിഞ്ഞു ചേരലിൽ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരേ എനർജി ലെവലാണെങ്കിൽ, പോസിറ്റീവ് എനർജി ആണെങ്കിൽ, ഇവര് അലിഞ്ഞു ചേർന്നതിൽ ഒരു പൂർണ്ണത, ഒരു റിസൾട്ട് ഉണ്ടാവും, അല്ലെ? പക്ഷെ ഈ വളച്ചെടുത്തിരിക്കുന്ന പെണ്ണിനെ അലിഞ്ഞു ചേരുന്നു എന്ന് പറഞ്ഞ് പയ്യൻ കാണിക്കുകയും അവനെ അലിഞ്ഞു ചേരാൻ വേണ്ടി ആലിംഗനം നടത്തുമ്പോൾ അവന്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത 5 മണിക്ക് വേറെ സംഗതി ഉണ്ട് എന്നുള്ള ചിന്തകളിലൂടെ അവന്റെ വൈബ്രേഷൻ മാറുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈ ഓപ്പോസിറ്റ് പാർട്ട്ണറിന് മനസ്സിലാക്കാൻ പറ്റും ഇയാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. മനസ്സിലായി? ഈ തിരിച്ചറിവാണ് ഈ കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടുകൂടിക്കൊള്ളും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ നമുക്ക് കാര്യങ്ങളും വ്യക്തികളും സിറ്റുവേഷൻസ് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക ഇഫക്റ്റ് ഉണ്ടാവണം. അപ്പൊ പ്രണയം ഇതിന്റെ അടിസ്ഥാനമാണ്. ഈ ഭൂമിയിൽ പ്രണയം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത്. പക്ഷെ പ്രണയം കുറഞ്ഞത് കൊണ്ടാണ് എന്ത് വന്നത്? കിരാതകൾ വന്നു, കൊറോണകൾ വന്നു, കിരാതന്മാരുടെ എണ്ണം കൂടി. നമ്മളൊരു ഒന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല കുട്ടികളാണ്, നല്ല വ്യക്തികളാണ്, പുരുഷന്മാരെ സ്ത്രീകൾ നല്ല വളർന്നു വരുന്നത്. പക്ഷെ നമ്മൾ ഈ കോളേജിൽ പഠിക്കാൻ പോയിട്ട് ഒന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ
നമ്മുടെ മലയാളികൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാമോ? അവസാനം കോടതി ഈ വ്യക്തി നല്ലതാണെന്ന് വിധിച്ചാൽ പോലും നമ്മളിൽ കുറച്ച് പേര് ആ വ്യക്തിയെ വെറുതെ വിടുകയില്ല. മനസ്സിലായി കാണുമല്ലോ. അതിന്റെ പുറകെ നടന്ന് നമ്മൾ എന്ത് ചെയ്ത് കളയും? അതിനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ, പാരൻസ് മോനോടും മോളോട് പറയാ, അതിൽ പോയി പെടരുതേ, ഇതിൽ പോയി പെട്ടരുതേ. വൺസ് നമ്മൾ തകർന്നാൽ, വൺസ് നമുക്കൊരു പേരുദോഷം വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറി വരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നമ്മുടെ ഈ സമൂഹത്തിൽ. മറ്റ് രാജ്യങ്ങളിൽ അവരത് ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. മനുഷ്യന്റെ ചിന്താഗതിയാണോ? ചിന്താഗതിയാണ് ഏറ്റവും പ്രധാനം. ചിന്തയാണ് അടിസ്ഥാനം. ആ ചിന്തകളിൽ ഏതുതരം ചിന്തകൾ പരിപോഷിപ്പിക്കണം, ഏതുതരം പ്രവൃത്തികൾ ഉണ്ടാവണമെന്നാണ് കിരാത എന്ന വാക്ക് അതിലൂടെ, ഈ ഫിലിമിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഒരു സ്പിരിച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്, അതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഖുറാൻ, ബൈബിള്, ഭഗവത്ഗീത ഒക്കെ സാറിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏതാണ് സാറിന്? ഞാനത് കൃത്യമായി പറയാം. പക്ഷെ അതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എനിക്കറിയാം എന്നെ കിട്ടിയാൽ നിങ്ങൾ വിടൂലെന്നും. നിങ്ങൾ കിരാത സിനിമയിൽ നിങ്ങൾ കിരാത സിനിമയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും, അതിന് വേദങ്ങളിൽ കൊണ്ടുപോകും, പിന്നെ അവിടുന്ന് ബിഗ് ബോസിൽ കൊണ്ടുപോകും. അടുത്ത സാധനം അപ്പൊ ഇങ്ങനെ പലതും വരും. പക്ഷെ ബിഗ് ബോസിൽ മോഹൻലാൽ, ലാലേട്ടൻ പറഞ്ഞൊരു സംഗതിയാണ്, ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞൊരു സ്പിരിച്വൽ ഷോ ആണ്. ആ സ്പിരിച്വൽ ഷോയിലാണ് നമ്മളിവിടെ കൂടോത്രം പണി. ഈ കിരാത സിനിമകൾ വരുന്ന കൂടോത്രം ബിഗ് ബോസ് ഇപ്പോഴത്തെ ഷോയിൽ വന്നതിനേക്കാൾ വളരെ മുമ്പിൽ കിരാതയിൽ ഈ കൂടോത്രം പരിപാടി കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര. കണ്ടില്ലേ സീസൺ 7 നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലേ കൂടോത്രങ്ങളുടെ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെയുള്ളവർ ഒരു പാവയെ കാണിച്ചിട്ട് കൂടോത്രം പാവാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പക്ഷെ വിജയിക്കാൻ പറ്റുമോ? അങ്ങനെ സേവ ചെയ്തിട്ട് വിജയിക്കാൻ പറ്റുമോ? എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കിരാത സിനിമയിൽ കൃത്യമായി കൂടോത്രത്തിന്റെ ആഫ്റ്റർ എഫക്റ്റും കൂടോത്രത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച വേദന അല്ല സാറേ, അപ്പൊ അങ്ങനെ വിജയിക്കാൻ പറ്റുമോ സാറിനോട് ഞാൻ ചോദിക്കാം. താൽക്കാലികമായ കുറെ വിജയങ്ങൾ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കർമ്മയുടെ ഫലം വരും. കർമ്മ ഫിലോസഫി എന്ന് പറയുന്ന അടിസ്ഥാനമാണ്. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ വരും. ചിലപ്പം ഈ കിരാത എന്ന് പറയുന്ന ഈ സിനിമ നല്ലൊരു മെസ്സേജോട് കൂടിയാണ് ഇവർ സൃഷ്ടിച്ചിറക്കിയത്. മനസ്സിലായോ? അതിലൂടെ ഒരു പക്ഷേ ഈ പ്രൊഡ്യൂസർ, ഡയറക്ടർ ഇവരെല്ലാം ചരിത്രത്തിന്റെ ഒരു ഭാഗമാകും. നമ്മളൊക്കെ എല്ലാവരും ഓർക്കാം, നല്ലൊരു പടം, ചെറിയ പടം, നല്ലൊരു പടം. അതുപോലെ നേരത്തെ ചോദിച്ചതിലൂടെ പറയാം, വേദം എന്ന് പറയുന്ന ബൈബിളും ഖുർആൻ, ഭഗവത്ഗീത പഠിച്ചതിൽ 3 എത്രയാണ്? എനിക്ക് ഇയാൾക്ക് 3 മക്കളുണ്ടെന്ന് വെച്ചാൽ, ഇയാൾ നൊന്ത് പ്രസവിച്ച 3 മക്കൾ. ഈ 3 മക്കളിൽ ഏത് കുട്ടിയായിരിക്കും ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ 3 ഖുറാനാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പച്ച വേഷത്തിൽ അങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ട്. പെടണമെന്നുണ്ടെങ്കിൽ ഒരു പച്ച വേഷം, ചുവന്ന വേഷം. അല്ല, ഖുറാനാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഖുറാൻ മാത്രമല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഖുറാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കിരാത എന്ന് പറയുന്ന സിനിമയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഖുറാൻ. എന്താ? ആ വിഗ്രഹാരാധന ഉൾപ്പെടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദുർമന്ത്രവാദങ്ങൾ ഉൾപ്പെടെ ഉഡായിപ്പും സൂത്രത്തിലും പോവാതെ ഒരേ ഒരു ശക്തി എന്ന് പറയുന്ന പ്രപഞ്ച ശക്തിയിലേക്ക് മാത്രം വിശ്വാസികൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റു ഉഡായിപ്പ് വഴികൾ എന്ന് പറയുന്നത് എല്ലാം നശിപ്പിക്കലാണ് എന്നുള്ളതാണ് അതിനകത്തൊരു തത്വം. അല്ല സാറേ, അവരും ഒരുപാട് നെഗറ്റീവ് എനർജി ചെയ്യാറുണ്ട്. എനിക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നോട് ചോദിച്ചു ഖുറാൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഖുറാന്റെ ആത്യന്തികമായിട്ടുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് ഈ കിരാത സിനിമയിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം തന്നെയാണത്. കാരണം നമ്മൾ പോകേണ്ട വഴി ഏത്, എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്ത്, എന്തൊക്കെ കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ആ 3 വേദഗ്രന്ഥങ്ങളിൽ പ്രിയം ഏത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 3ഉം എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം 3 വഴികളാണ് ഒരു സെന്ററിലേക്ക് പോകാനുള്ളത്. ഇതിൽ അമിതമായി വിശ്വസിച്ച അന്ധവിശ്വാസികളാണ് തമ്മിലടിപ്പിക്കുന്നത്. പക്ഷെ ഏകദൈവത്തെ വിശ്വസിക്കാവോ പറയുന്ന ഖുറാൻ വിശ്വസിക്കാവോ? ഏകദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയായിട്ടുള്ള യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിരാത എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റു രീതിയിലുള്ള പല പല അഭ്യാസങ്ങൾ നടത്തുമ്പോൾ അത് ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു എന്താ പറയാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ആഞ്ഞടിക്കുന്ന. സാറേ, അത് ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അപ്പം ഒരു മതം മറ്റു ദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പറയുന്നത് ശരിയാണ്? ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഈ എൻ്റെ ഒരൊറ്റ സോഴ്സിലേക്ക് പോകാനുള്ള 3 വഴികളാണ് ഈ 3 വിഭാഗങ്ങൾ. ഇന്ത്യ എടുക്കുമ്പം ആയിരക്കണക്കിന് വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാ വിഭാഗങ്ങളും പോകുന്നത് എവിടേക്കാണ്? ഒരൊറ്റ സോഴ്സിലേക്കാണ്. എല്ലാ വഴികളും ഇപ്പം നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ എറണാകുളം, ആലപ്പുഴ വഴി പോവാം, കോട്ടയം വഴി പോവാം, അപ്പുറത്ത് കടലിൽ ഇറങ്ങിയിട്ട് ബോട്ട് വഴിക്ക് കോളത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് പല വഴികളിലൂടെ പോകാമല്ലോ. തന്നല്ലോ, അത് തന്നെയാണ്. അതിൽ നമുക്ക് സേഫായി ഏറ്റവും നല്ലൊരു വഴിയിലേക്ക് എത്തിച്ചേരാം. അങ്ങനെയുള്ള വഴികൾ മാത്രമാണ് ഇവ. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എൻ്റെ വഴി മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ വഴി മാത്രമല്ല ശരി,
പലരുടെയും വഴികൾ ശരിയാണ്, അതിൽ ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുക. ആ നല്ല വഴി എന്താണെന്ന് കിരാത എന്ന് പറഞ്ഞ സിനിമയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ. ആ വിചാരം ആര് ചെയ്താലും തെറ്റാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അതാണ് കിരാത പറയുന്നത്. കിരാത പറയുന്നതും ഇതുപോലെയുള്ള കുറേ മെസ്സേജുകളാണ്. ഓക്കെ, അപ്പം കിരാത നല്ലൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you. ടൈം ഒട്ടും ഇല്ലാതായി പോയി. താങ്ക് യു.